നമ്മുടെ ലാലേട്ടന്റെ നമ്പറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു അമേസ് അല്ലേ? റെഡ് കളർ വണ്ടി ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്കലി ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ വളരെ റയർ ആയിട്ട് CVT വരിക. നല്ല രസമായിട്ട് ഓടിക്കാനും പറ്റുന്ന ഒരു വണ്ടിയാണ്. 22 വെറും 8800 കിലോമീറ്റർ ഓടിക്കും. 8800 ഓടിയിട്ടുള്ളൂ. നമ്മുടെ കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. പുതുപുത്തൻ വണ്ടിയാണ് അല്ലേ? ക്ലൈംബർ എന്ന് പറഞ്ഞ വണ്ടിയാണ്. ക്ലൈംബറിൽ 1 ലിറ്റർ ഓപ്ഷണൽ ആണ് വണ്ടി വരുന്നത്. അതെ അല്ലേ? പുതിയ ഓൺ ദ റോഡ് ഓട്ടോമാറ്റിക് വരുന്നത്. പുതിയ ഓൺ ദ റോഡ് 7,50,000 രൂപ ഇപ്പം വിലയുണ്ട്. കുറച്ച് പഴയ മോഡലില് ഓട്ടോമാറ്റിക് CVTയിൽ വില കുറഞ്ഞ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഐറ്റം അല്ലേ? കിടിലൻ സാധനമാണ്. ഏറ്റവും ലാസ്റ്റ് ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു എസ്ക്രോസ് ആണ്. എസ്ക്രോസ് ഡീസൽ ഹൈബ്രിഡ് ആണ്. 20 മേലെ മൈലേജ് കിട്ടും. ഒരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ വളരെയധികം ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അതായത് എല്ലാവർക്കും കാണാം, കാർബൺ ബൈക്കിലാണ്. കോഴിക്കോട് ജില്ലയിൽ വെസ്റ്റ് ഹില്ലിൽ അത്താണിക്കലിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കാർബൺ ബൈക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മാസം വണ്ടി സെയിൽ ചെയ്യുന്ന ഒരാൾക്കാർ തന്നെയാണ് കാർബൺ ബൈക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇവർ കൊടുക്കുന്ന വാറണ്ടി ആണെങ്കിലും ഇവർ കൊടുക്കുന്ന സർവീസസ് ആണെങ്കിലും എല്ലാവർക്കും വളരെ കംഫർട്ടബിൾ ആണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സാധാരണ ഇപ്പോൾ ഞാനാണെങ്കിലും ഒരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് പേടിയുണ്ടാവും. കാരണം മറ്റൊരാൾ ഉപയോഗിച്ച വണ്ടിയാണ്, കുറച്ച് കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സർവീസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കമ്പനിക്കാരൊന്നും ചെയ്തു തരുമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളത് ഏറ്റവും വലിയൊരു ടെൻഷനായിരിക്കും. ആ ഒരു ടെൻഷൻ ഇല്ലാണ്ട് യൂസ്ഡ് കാർ എടുക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം. 2017 ശേഷമുള്ള വണ്ടികൾക്കാണെങ്കിൽ 2 വർഷത്തെ വാറണ്ടിയും 1 വർഷത്തെ RSAയും കിട്ടും. 2015 ശേഷമുള്ള വണ്ടികളാണെങ്കിൽ 1 വർഷത്തെ വാറണ്ടിയും 1 വർഷത്തെ RSAയും കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് മുമ്പുള്ള വണ്ടികൾക്കാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടുന്ന രീതിക്ക് അവർ ചെയ്തു തരും. അതിനൊന്നും വിഷയമില്ല. പിന്നെ ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് പെട്രോൾ വണ്ടികളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അത് മാത്രമല്ല ഓട്ടോമാറ്റിക്, മാനുവൽ, ഡീസലും ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇല്ലാന്നല്ല, ഒരുപാട് ടൈപ്പ് വണ്ടികളാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. നല്ലൊരു യൂസ് കാർ എടുക്കാൻ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. ഒന്ന് ഷെയറും കൂടി ചെയ്തോളൂ കേട്ടോ. പിന്നെ എല്ലാ മാസവും ഇവിടുന്ന് വണ്ടി പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഡിസംബർ മാസം പർച്ചേസ് ചെയ്യുന്നവർക്ക് ക്രിസ്മസിൻ്റെ എക്സ്ക്ലൂസീവ് ഓഫറുകൾ വരാനുണ്ട്. അതിന് പുറമെ ഒരു ഗോൾഡ് കോയിനും പിന്നെ വേർത്ത് എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ ഒരു പോളിഷിങ്ങും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു യൂസ് കാർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സമയം കളയാണ്ട് വന്ന് നോക്കിക്കോളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും നമ്മുടെ കാർബൺ ബൈക്കിൽ കുറച്ചധികം നല്ല വണ്ടികളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എല്ലാം കൂടുതൽ ഓട്ടോമാറ്റിക് ആണല്ലേ? ഈ ഒരു വീഡിയോ നമ്മുടെ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള പുതിയ മോഡൽ ലോ കിലോമീറ്റർ നല്ല വണ്ടികളായിരിക്കും കാണിക്കുന്നതും. ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ വൈശാഖ് ബ്രോ ആണ് കേട്ടോ. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നിങ്ങളെ കണ്ടില്ല, കുറച്ച് ലീവിലായിരുന്നു, അതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും വെന്യൂ തുടങ്ങിയാലോ? വെന്യൂ ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് അല്ല, മാനുവലാണ്. 2021 മോഡൽ പെട്രോളിൽ S+ വരുന്നത്. ഇല്ല, അത് മാറി നേരെ XS-ലേക്ക് പോയി. പ്ലസ് അതായത് ഇത് ഫുൾ ഓപ്ഷനിൽ നേരെ താഴെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അലോവീൽസും ഉണ്ടാവില്ല, ബാക്കി ഓൾമോസ്റ്റ് ഫങ്ഷൻസ് എല്ലാം ഉണ്ടാവും അല്ലേ? ആവറേജ് സിറ്റി മൈലേജ് ഒരു 17.4 ഒക്കെ കമ്പനി പറയുന്നുണ്ട്. ഇത് ഡീസൽ ഒന്നല്ലോ, അല്ല പെട്രോൾ അല്ല. ആവറേജ് മൈലേജ് 17.4, സിറ്റിയിൽ ഒരു 12.5 ഒക്കെ കമ്പനി അവകാശപ്പെടുന്നു. ആവറേജ് നിങ്ങൾ ഒരു 12 മുതൽ 16 റേഞ്ചിലൊക്കെ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ്സ് ഉണ്ടാവില്ല, അതാണ് വലിയ ഗുണം. വെന്യൂ നോക്കി നടക്കുന്ന ആളുകളുണ്ടാവും. മോഡൽ കൂടി വണ്ടി ഇത് 21 മോഡൽ പെട്രോളിൽ 50,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് എന്ന് പറയുന്നത് 1/11/2021 ആണ്. 21 ലാസ്റ്റിലേക്കാണ് വണ്ടി ഡെലിവറി എടുത്തിരിക്കുന്നത്. ഇറങ്ങുന്ന സമയത്ത് ഓൺ റോഡ് 10,50,000 രൂപ അടുത്ത് വില ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ആസ്കിങ് വരുന്നത് 8,25,000 ആണ് ചോദിക്കുന്നത്. 8,25,000 നെഗോഷ്യബിൾ ആണ്. പിന്നെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളില്ല. ബാക്ക് ഡിക്കി ഡോർ മാറിയിട്ടുണ്ട്, ഗ്ലാസ് മാറിയിട്ടില്ല. കമ്പനിയിൽ നിന്ന് മാറിയതാണ്. സ്ക്രാച്ച് കാര്യങ്ങൾ വന്നിട്ടാണ്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി, നല്ല വൃത്തിയുണ്ട്. വേറെ യാതൊരു കാര്യമായ പ്രശ്നങ്ങളും പറയാനില്ല. ഇത് നമുക്ക് എന്താ വില വരുന്നത്? 8,25,000 നമ്മൾ ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. നമ്മുടെ ഈ മാസത്തെ ഓഫർ കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. 8,25,000 രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ഗോൾഡ് കോയിൻ അല്ലേ? ഗോൾഡ് കോയിൻ ഉണ്ട് ഈ മാസം. നമ്മൾ പോളിഷിംഗ് ഉണ്ട് 5,500 രൂപ വർത്ത് പറഞ്ഞ ജർമ്മൻ മെയ്ഡ് കമ്പനിയുടെ ഒരു പോളിഷ്. ഇത് രണ്ടുമല്ലേ മെയിൻ ആയിട്ടുള്ളത്? ഈ മാസം ഫോക്കസ് ചെയ്യുന്നതാണ്. പിന്നെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴേക്ക് വേറെ എന്തെങ്കിലും ഓഫർ അനൗൺസ് ചെയ്യാം. വരും. അപ്പൊ എന്തായാലും ക്രിസ്മസിന്റെ ഓഫറുകൾ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് നോക്കാം. ഓണത്തിന്റെ ടൈമിൽ ഒരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു ഓലാന്റെ ബൈക്കിന്റെ. അതിന്റെ വിന്നർ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുന്ന് ഒരു ഫോർഡ് ആസ്പർ എടുത്ത കസ്റ്റമറാണ്. ഇവിടുന്ന് തന്നെ കസ്റ്റമറാണ്. ബൈ ഹാൻഡ് മാറിയിട്ടില്ല, സാധനം അതിന്റെ പോസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാ നമ്മൾ അന്ന് കുറെ വീഡിയോന് മുമ്പ് കാണിച്ചിരുന്ന ഒരു S1 Pro അങ്ങനെ തോന്നുന്നു അല്ലേ?
ഓക്കെ, അപ്പോൾ എന്തായാലും അതെല്ലാം ഇവർ നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 8,25,000 രൂപ ലോൺ എന്തായാലും ഒരു 7ന്റെ മേലെ കയറില്ലേ? 7 വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. മൊബൈൽ കസ്റ്റമർ ആണെങ്കിൽ 90% നമുക്ക് എന്തായാലും ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1,00,000 രൂപയൊക്കെ കയ്യിൽ വെച്ച് വന്നോ, ബാക്കി കുറച്ച് പൈസയൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടിയാഗോയും കൂടി കാണിച്ചു തരാം. ഒരു വെറൈറ്റി കളറാണ് കേട്ടോ. ഇത് ഏതാ മോഡലൊക്കെ? ഓട്ടോമാറ്റിക് വരുന്നത്, ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 21 മോഡൽ, 22 മോഡൽ, 22 വെറും 8,800 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 8,800 ഓടിയിട്ടുള്ളൂ. 8,800 ഓടിയിട്ടുള്ളൂ. നമ്മുടെ കോഴിക്കോട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. പുതുപുത്തൻ വണ്ടിയാണല്ലേ? ST ആണ് വേരിയന്റ് വരുന്നത്. ST പറഞ്ഞാൽ ഓൾമോസ്റ്റ് 4 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് ഒക്കെയാണ്. പിന്നെ അലോയിൽസ്, സീറ്റ് കവർ, എല്ലാ കാര്യങ്ങളും അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ഫുൾ ഓപ്ഷന്റെ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതെ, ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ 19/5/2022 ആണ്. ഇതിപ്പോ 24 മെയ് വരെ കമ്പനി വാറന്റി ഉള്ള വണ്ടി. അതെ അതെ അതെ. പിന്നെ നമ്മുടെ വാറന്റിന്റെ ആവശ്യമില്ല. ഇല്ല, ഇത് നമ്മളെ വേണമെങ്കിൽ നമുക്ക് മെയ് വരെയാണ്. ഇപ്പൊ 20 ഡിസംബർ ആയില്ല, ഇപ്പൊ ഒരു 5 മാസം കൂടി വാറന്റി ഉണ്ട്. അത് കസ്റ്റമർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാറന്റി ചെയ്ത് കൊടുക്കുക അല്ലേ? ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് കേട്ടോ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് പറയേണ്ടത് അതിന്റെ വൃത്തി തന്നെയാണ്. പിന്നെ 8,800 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കാലിക്കറ്റ് രജിസ്ട്രേഷൻ വണ്ടിയാണ്. പുതിയ ഓൺ ദ റോഡ് വില 8,25,000 ഉണ്ട്. ഡിസംബറിൽ 8,20,000. ഇനി ജനുവരി മുതൽ അങ്ങോട്ട് പ്രൈസ് കൂടുതലുണ്ട്, കുറയില്ല, ഒരിക്കലും കുറയില്ല. പിന്നെ ഇതിന് ബോണ്ട് റീപ്ലേസ് ഉണ്ട് കേട്ടോ. ബോണ്ട് റീപ്ലേസ് ഉണ്ടാകാൻ കാരണം ലേഡിന്റെ പേരിലാണ് വണ്ടി. അവരുടെ മകള് വീട്ടിൽ നിന്ന്, നമുക്കറിയുന്ന വണ്ടി തന്നെ, കാലിക്കറ്റ് ഇവിടെ ഉള്ളതാണ്. വീട്ടിൽ നിന്ന് എടുത്ത് ഒന്ന് മുന്നോട്ടാക്കി വെച്ചപ്പോൾ തെങ്ങിന് തട്ടിപ്പോയതാണ്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഈ ഫ്രണ്ടിൽ ഈ പോർഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ട് കാരണം ബമ്പറും ബോണ്ട് റീപ്ലേസ് ഉണ്ടോ, അതാണ് ബോണ്ട് റീപ്ലേസ് ആണ്. വേറെ മേജറായിട്ടുള്ള സാധനങ്ങൾ ആപ്രോണോ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല അല്ലേ? ഗ്യാരണ്ടി കൊടുക്കാലോ അല്ലേ? നമുക്ക് രണ്ടു കാരണം അണ്ടർ കമ്പനി വാറന്റിയിലുള്ളതാണ്. കമ്പനി ഹിസ്റ്ററിയിൽ സാധനം ഉള്ളതാണ്. അതായത് ഈ ഒക്ടോബറിലാണ് ഈ സാധനം റീപ്ലേസ് ചെയ്തത് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ടിയാഗോ നോക്കുന്നവർ ലോ കിലോമീറ്റർ വേണ്ടി പുതിയത് എടുക്കാൻ പോകുന്നവർ ഇത് പ്രിഫർ ചെയ്തോ. നല്ലൊരു പൈസ 25,000 രൂപ പുതിയ ഓൺ ദ റോഡ് വരുന്നുണ്ട്. അടുത്ത വർഷം കൂടുള്ളൂ. 6,25,000 രൂപ, 2 ലക്ഷം രൂപയുടെ ഡിപ്രീസിയേഷൻ നമ്മുടെ വാറന്റി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ പോകുന്നവർക്ക് 2 ലക്ഷം രൂപ കുറച്ച് കിട്ടുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല. 2 ലക്ഷം രൂപയ്ക്കൊക്കെ വിലയുള്ളവർക്ക് XTA ആണ് വേരിയന്റ് വരുന്നത്. അതിൽ തന്നെ ഈ അലോവിയില് കാര്യങ്ങളൊക്കെ അഡീഷണൽ പുള്ളി ചെയ്തിട്ടുണ്ട്. എന്തായാലും 20,000 രൂപ മോൾ അതിന് തന്നെ കോസ്റ്റ് വരും. അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ലോൺ നമുക്ക് എത്ര കയറും? ലോൺ നമുക്കൊരു 1 lakh ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം അല്ലെ? ഏകദേശം ഈ 1 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഡൗൺ പേയ്മെന്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് 5,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് വരെ ഇറക്കി തരാൻ പറ്റുമോ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് അല്ലേ? അതിപ്പോ ഒന്നും തന്നില്ലേലും കൊണ്ടുപോകാം, അത് നിങ്ങളുടെ പ്രൊഫൈലാണ് കേട്ടോ. ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ഒരു ടാറ്റ നെക്സോൺ ഓൾഡ് ഷേപ്പ് അല്ലേ? ഓൾഡ് ഷേപ്പ് വീണ്ടും ടാറ്റന്റെ ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. ഓട്ടോമാറ്റിക് AMT തന്നെയാണ് അല്ലേ? 2018 മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി XA+. ഇത് ഓട്ടോക്ക് എത്രയാ? ഇത് 42,000 കിലോമീറ്റർ. RC വരുന്നത് സെക്കൻഡ് RCയിലാണ് വരുന്നത്. ജെനുവിൻ കിലോമീറ്റർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. 39N3 ആണ്, 0033 ആണ് വണ്ടി നമ്പർ വരുന്നത്. ഇത് എന്തായാലും വേറെ യാതൊരു കുഴപ്പമില്ലാതെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. അത്യാവശ്യം നല്ല ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ വണ്ടി മോഡാണ് വരുന്നത് കൊണ്ട് ഒരു 14 റേഞ്ചിലൊക്കെ നമുക്ക് മൈലേജ് 12 മുതൽ 14 റേഞ്ചിലൊക്കെ മൈലേജ് പ്രതീക്ഷിച്ചത്. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയല്ലേ? സേഫ്റ്റിയിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അതെ അതെ അതെ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇറങ്ങുന്ന വണ്ടികളിൽ കുറച്ച് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റം വന്ന് അതിനനുസരിച്ച് അതിലെ വേരിയന്റുകൾ വ്യത്യാസം വന്ന് എക്സെറ്റ് പ്ലസ് ഒന്നും ഇപ്പൊ ഇല്ല. ക്രിയേറ്റീവ് നമ്മുടെ പഞ്ചൊക്കെ ഇറങ്ങിയ വേരിയന്റിലേക്കാണ് സാധനം വരുന്നത്. ഏകദേശം ഒരു 10, 18, 20 വേരിയന്റിന് എടുത്ത് സാധനം ഇപ്പൊ നെക്സോൺ ഇറങ്ങുന്നുണ്ട്. ഇതിന്റെ ഈ ഒരു ടൈമിൽ ഇറങ്ങിയ ഈ സാധനത്തിന് ഇപ്പോൾ വില 17 ലക്ഷം രൂപയുടെ മുകളിൽ പ്രൈസ് ഉണ്ട്. ഫേസ് ലിഫ്റ്റ് മാറി വന്ന സാധനം. ഈ വണ്ടി ഇറങ്ങുമ്പോൾ ഇതിന് വില 13,50,000 റേഞ്ചിൽ ഈ വണ്ടിക്ക് വില ഉണ്ട് അല്ലേ? ഇതിപ്പോ നമ്മള് കാർബൺ ബൈക്കിൽ എത്രയാണ് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 7,60,000 ആണ്. 7,60,000 ഇറങ്ങുന്ന സമയത്ത് ഓൺ റോഡ് വില 13,50,000. ഓൺ റോഡ് ഈ വാഹനത്തിന് വില ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ നേരെ അതിന്റെ പകുതിയായിട്ട് ഒരു 6-7 ലക്ഷം രൂപയുടെ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. 60 റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ പറയുമ്പോൾ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി, കമ്പാരിറ്റീവ്ലി ലോ ബഡ്ജറ്റിൽ തന്നെ ഞാൻ പറയട്ടെ. ഈ വണ്ടിന്റെ മോഡലും കാര്യങ്ങളൊക്കെ അണ്ടർ വാറന്റി ആണ്. 2 ഇയർ വാറന്റി, 1 ഇയർ RSA ഉണ്ടോ. പിന്നെ നമ്മളെ 5 സ്റ്റാർ റേറ്റിംഗ്. അതെ, 1 ലക്ഷം രൂപയിൽ ഇറക്കി കൊടുത്തൂടെ? നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് മാക്സിമം 1 lakh പറയാണ്. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് ചിലപ്പോൾ അതിലും കുറവ് മതിയാവും. ചിലപ്പോൾ കസ്റ്റമർ ഡൗൺ പേയ്മെന്റ് മാക്സിമം കൂടി അടയ്ക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല. ഓക്കെ, എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ലാലേട്ടന്റെ നമ്പറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു അമേസ് അല്ലേ? റെഡ് കളർ വണ്ടി. ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്കലി ഡീസൽ ഓട്ടോമാറ്റിക് കേട്ടോ. ഡീസൽ വളരെ റയർ ആയിട്ട് സാധനം. CVT വരിക. നല്ല രസമായിട്ട് ഓടിക്കാനും പറ്റുന്ന ഒരു വണ്ടിയാണ്. 22 റേഞ്ചിൽ മൈലേജ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 2019 മോഡൽ. ആ റേഞ്ചിൽ നമ്മൾ ഓൾമോസ്റ്റ് ഡീസലൊക്കെ 20-21 ആകുമ്പോഴേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ V ആണ് വേരിയന്റ് വരുന്നത്. അന്ന് ഇറങ്ങിയാല് VX ആണ് ഫുൾ ഓപ്ഷൻ വരുന്നത്. ഇപ്പം V എന്ന് പറഞ്ഞ വേരിയന്റ് ഇല്ല. S ഉം VX ഉം മാത്രമേ ഇപ്പൊ ഇറങ്ങുന്നുള്ളൂ. പക്ഷെ ഇതിലും
കീലെസ് എൻട്രിയും ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വണ്ടിയാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഈ എൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ മാത്രമേ വ്യത്യാസം ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇന്റീരിയറൊക്കെ സീറ്റ് കവറൊക്കെ ഒന്ന് മാറ്റി ചെയ്തിട്ടുണ്ട്, ഒരു പർപ്പിൾ കളറിലേക്ക്. രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓണർഷിപ്പിൽ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്, വാറന്റി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടിപൊളി. മൈലേജ് എന്തായാലും 20-22 റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ടയർ ഭാഗങ്ങൾ കുറവാണ്, ഒരു 60% കൂട്ടിയാൽ മതി. ഇന്റീരിയർ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട് കേട്ടോ. പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള വണ്ടിയാണ്. എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ, ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. ഇറങ്ങുന്ന സമയത്ത് 14 ലക്ഷം റുപ്യേന്റെ മുകളിൽ വണ്ടിക്ക് എന്തായാലും വിലയുണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ ആസ്കി വന്നത് 8,85,000. 8,85,000. 8.5 ചോദിക്കും. അതെ അതെ, 8,85,000 രൂപ നെഗോഷ്യബിൾ പ്രൈസ് ആണ്. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് ഒരു 1.5 IP ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാം അല്ലേ? ഓക്കെ, ബാക്കി പൈസ നിങ്ങൾക്ക് ലോൺ കിട്ടും. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചാണെങ്കിൽ ചിലപ്പോൾ 1.5 ഒന്നും വേണ്ടി വരില്ല, 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇറക്കാം. അത് നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ക്വാളിറ്റി ഉള്ളൊരു വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് CVT ആണെന്നും കൂടെ ഓർക്കണം കേട്ടോ, ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഓൾറെഡി നമ്മളൊരു പുതിയ മോഡൽ അമേസ് കാണിച്ചു, സെയിം പഴയ മോഡൽ അമേസ് അല്ലേ? പെട്രോളിൽ CVT. അതെ അതെ, പെട്രോൾ CVT ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ പവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മൈലേജ് കുറച്ച് കുറവായിരിക്കും, 12 to 15 റേഞ്ചിൽ മൈലേജ് എക്സ്പെക്ട് ചെയ്താൽ മതി. 12 to 14 ഉള്ളിൽ അത്രേ കിട്ടുള്ളൂ. പിന്നെ വേരിയന്റ് വരുന്ന S ആണ്, സ്റ്റാർട്ടിംഗ് വേരിയന്റ് തന്നെ പറയാം. 4 വാറന്റും AC പവർ സ്റ്റിയറിംഗ്, പിന്നെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 70,000 കിലോമീറ്റർ. 75 ആ റേഞ്ചിൽ 70,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഓവറോൾ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. വാറന്റി ആട്ടോ ഉണ്ടാകുക. 1 ഇയർ അല്ലേ? 1 ഇയർ ആണ്. 15 മോഡൽ 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനാണ് വാറന്റി വരുന്നത്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 4,75,000 ആണ് ചോദിക്കുന്നത്. 4,75,000. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് നല്ല വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് നല്ല വണ്ടി, പക്ഷെ നല്ല വൃത്തിയുണ്ട്. ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബോണ്ടിന്റെ മുകളിൽ ചെറിയ ചെറിയ ഈ കാക്കയൊക്കെ വന്ന് ഇരുന്നിട്ട് അതിന്റെ ഒരു സ്പോട്ടിങ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ എന്താ പറഞ്ഞാൽ കാക്കയൊക്കെ വന്ന് വേസ്റ്റിടുകയാണെങ്കിൽ സ്പോട്ടിൽ വെള്ളം വെച്ച് കഴുകുക, ഇല്ലെങ്കിൽ ഈ സാധനം ക്ലിയറിലേക്ക് ഇറങ്ങിയിട്ട് അതിന്റെ അടുത്ത് വരും. വേണമെങ്കിൽ ഒന്ന് ബോണ്ട് അടിച്ചെടുക്കുന്നത് പോളിസി കിട്ടാൻ പ്രയാസമായിരിക്കും. അതെ അല്ലേ? ഓക്കെ, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്തോട്ടോ, വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. സ്ക്രാച്ചസോ ഡെന്റോ പൊട്ടലോ ചീറ്റലോ ഒന്നും ഇല്ല കേട്ടോ, അത് നല്ല വൃത്തിയുണ്ട്. 4,75,000 നമുക്ക് ഒരു 1 ലക്ഷം രൂപ വേണോ IP? ഇത് നമുക്കൊരു 60,000 രൂപ ഇറക്കി കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു 4 ലക്ഷം രൂപ ലോൺ കിട്ടും. ബാക്കി പൈസ നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ നെഗോഷ്യബിൾ ആണ്. നെഗോസിയേഷൻ കഴിഞ്ഞിട്ട് എത്രയാണോ എമൗണ്ട് വരുന്നത് അത് മാത്രം കൊടുത്താൽ കേട്ടോ. അപ്പോൾ എന്തായാലും ക്വാളിറ്റി ഉള്ള ഒരു പെട്രോൾ അമേസ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വൈശാഖ് ബ്രോനെ കോൺടാക്ട് ചെയ്തോ. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടൊയോട്ടേൻ്റെ ഒരു സെഡാൻ കാറ്റഗറിയിൽ വരുന്ന ഒരു പെട്രോൾ വണ്ടി ടൊയോട്ട യാരിസ് ആണ് കേട്ടോ. യാരിസ് ഏതാ മോഡലൊക്കെ? കുറച്ച് റയറായിട്ട് കണ്ടുവരുന്ന വണ്ടിയാണ്, അധികം കാണാറില്ലാത്തൊരു വണ്ടി. പക്ഷേ ഗൾഫ് നാടുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വണ്ടിയിൽ ഉപയോഗിക്കുന്നതാണ്. 2018 മോഡല് പെട്രോൾ CVT ഗിയർ ബോക്സ് OMT ആണ് വരുന്നത്. പെട്രോൾ CVT അല്ലേ? മിഡിൽ ഓപ്ഷൻ വണ്ടി പറയാം, G വേരിയന്റ് ആണ് വരുന്നത്. ഫുള്ളോടല്ല, സീറ്റ് കവർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 22,000 കിലോമീറ്റർ, 23,000 സിംഗിൾ ഓണർഷിപ്പിൽ ലേഡിന്റെ പേരിലാണ് വണ്ടി ഉള്ളത്. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? ആക്സിഡന്റ് ഉണ്ട്. ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് അല്ല കേട്ടോ. ആക്സിഡന്റ് പറഞ്ഞാൽ ബോണ്ടും ഫ്രണ്ട് ബമ്പറും റീപ്ലേസ്മെന്റ്. നേരത്തെ ടിയാഗോട് പറഞ്ഞ അതേ അവസ്ഥ തന്നെ. വേറെ ലേഡി ഉപയോഗിച്ചതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങൾ കുറച്ച് പെയിന്റിംഗ് ഒക്കെ അവിടെ ഇവിടെ കയറിയിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് വണ്ടിക്ക് എന്തായാലും 15 ലക്ഷത്തിന് മുകളിൽ മാർക്കറ്റ് ഉള്ള വണ്ടി. ഇത് എന്തായാലും നമുക്കൊരു 10, 11, 12 മാക്സിമം മൈലേജ് ഉള്ളൂ. നമ്മുടെ CVT ഗിയർ ബോക്സ് എല്ലാത്തിലും അങ്ങനെ തന്നെ ആയിട്ടുണ്ടാകും. ടൊയോട്ട ബ്രാൻഡിന്റെ ഗുണം വണ്ടിക്ക് എഞ്ചിനും ഗിയർ ബോക്സും ചത്ത് കിടന്ന് ഓടിക്കോളും, എത്രയോ ലക്ഷം കിലോമീറ്റർ ഉപയോഗിച്ചാലും അത് പോയിക്കോളും. അതാണ് അതിന്റെ ഗുണം. ടയർ ഭാഗങ്ങളൊക്കെ 22,000 ഓടി ടയറാണ്. എന്താ പറയാ, ഒരു 60% ബാക്കിയുണ്ട്. ബാക്കി നിങ്ങൾ ഒരു 10-15 കിലോമീറ്റർ കഴിയുമ്പോൾ അത് മാറേണ്ടി വരും എന്തായാലും. 60% ഇതിപ്പോ എന്താ നിങ്ങൾ വില ചോദിക്കുന്നത്? 8,25,000 ആണ് ചോദിക്കുന്നത്. 8,25,000 നെഗോഷ്യബിൾ ആണ്. നമുക്ക് നേരെ പകുതിയായിട്ട് വരും. ഇറങ്ങുന്ന സമയത്ത് 15-60 ആ റേഞ്ചിൽ വിലയുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, 8,65,000 രൂപയാണ്. എന്തായാലും നിങ്ങൾക്ക് ഒരു 1 ലക്ഷം രൂപ IP ഉണ്ടെങ്കിൽ ഇറക്കി കൊടുക്കാൻ പറ്റും. പ്രൊഫൈൽ അനുസരിച്ചാണ് കേട്ടോ, ഞാൻ പ്രത്യേകം പറയുന്നു. പ്രൊഫൈൽ പറഞ്ഞാൽ മെയിൻ ആയിട്ട് നിങ്ങൾ ബാങ്ക് ട്രാൻസാക്ഷൻ നല്ലോണം നോക്കും. ട്രാൻസാക്ഷൻ ഉള്ള സാധനമാണെങ്കിൽ മാത്രമേ ഇത്രയും ഫണ്ടിങ് കിട്ടുള്ളൂ. അതെ അതെ, അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അത്യാവശ്യം മോഡൽ കൂടിയിട്ടുള്ള ഒരു പെട്രോൾ സ്വിഫ്റ്റ് പഴയ ഷേപ്പിൽ വരുന്ന വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു വണ്ടി ഇവിടെ ഉണ്ട്. ഇതേതാ മോഡലൊക്കെ? 2016 മോഡൽ VXi ആണ് കേട്ടോ. 16 VXi മിഡിൽ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 പവറിന്റെ സെൻട്രൽ ലോക്ക് ഒക്കെ വരും. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 4 ടയർ അപ്പോളോന്റെ പുത്തൻ ടയർ 99%. അത്രയും ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ ഓടിയ 97 ആണ്. ഗുണം എന്താ പറഞ്ഞാൽ 96,000 കിലോമീറ്റർ വരെ പ്രോപ്പർ സർവീസ് കമ്പനിയിലുണ്ട് അല്ലേ? ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. അടിപൊളി. മേജർ ആക്സിഡന്റ് ഹിസ്റ്ററിയിൽ കാര്യങ്ങളിൽ ഒന്നുമില്ല. പക്ഷെ നമുക്ക് നമ്മളെ ഫിസിക്കൽ ചെക്കപ്പിൽ ബോണ്ട് റീപ്ലേസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഔട്ട് സൈഡിൽ നിന്ന് മാറിയായിരിക്കും. പക്ഷേ ഈ 96,000 കിലോമീറ്റർ വരെ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. സർവീസ് ഉണ്ട് അല്ലേ? വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 1 ഇയർ വാറന്റി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എഞ്ചിൻ ഗിയർ ബോക്സ് 1 ഇയർ നമുക്ക് വാറന്റി കൊടുക്കാം. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്.
പിന്നെ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഏകദേശം ഒരു 10-40-50 രൂപയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം അല്ലേ? 2016 ഇപ്പം പുറമെ ഔട്ട്സൈഡ് മാർക്കറ്റ് വെച്ചിട്ട് 5 ലക്ഷം രൂപ വരെ ഈ സ്വിഫ്റ്റിന് ഇപ്പം ആളുകൾ ചോദിക്കുന്നുണ്ട്. ഈ സാധനം കുറച്ച് മാർക്കറ്റ് കൂടി വരും. അതെ, ഇതിനിപ്പോ നമ്മൾ എത്ര ചോദിക്കുന്നത്? 4,35,000 രൂപ 2016 മോഡൽ VXi അണ്ടർ വാറണ്ടിയിലോ എഞ്ചിനീയറിംഗ് ഗിയർ ബോക്സിന് 1 ഇയർ വാറണ്ടി അടക്കം. ഷോറൂം ഹിസ്റ്ററി വണ്ടി നമ്പർ വേണമെങ്കിൽ കൂടി KL 59P177 എടുക്കാൻ പറ്റുന്ന എടുത്തിട്ട് നോക്കിയിട്ട് വന്നാൽ പ്രോപ്പർ സർവീസ് ആണ്. അതെ അതെ. അപ്പം എന്തായാലും വളരെ ലോ ബഡ്ജറ്റിൽ, അതായത് ലോ ബഡ്ജറ്റിൽ തന്നെ ഞാൻ പറയും. കാരണം 16 വണ്ടിയാണ്, 4,35 ഇവർ ചോദിക്കുന്നുള്ളൂ. ഈ പറഞ്ഞ പൈസക്ക് എടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. എന്തായാലും 4 ലക്ഷം രൂപ കൺഫേം ലോണല്ലേ? കൺഫേം ആയിട്ട് നമുക്ക് ചേർക്കാം. ഒരു 35,000 രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾ കൈ കണ്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളൊരു വാഗണർ ഓട്ടോമാറ്റിക് AMT കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് ഏതാ മോഡലൊക്കെ? 2018 ഈ ഒരു ഷേപ്പ് നിർത്തുന്ന സമയത്ത് ലാസ്റ്റ് വണ്ടി അല്ലേ? VXi ആണ് വരുന്നത്. 4 പവറിന്റെ AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് ഉണ്ടാവും, എൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. നല്ല വൃത്തിയുണ്ടല്ലേ വണ്ടി കാണാനും? സിംഗിൾ ഓണർഷിപ്പിൽ 48,000 കിലോമീറ്റർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സീറ്റ് റോഡ് ഇട്ടാൽ സാധനം സെറ്റായി. അതെ, ഫ്രണ്ടിലെ ടയറൊക്കെ ഒന്ന് മാറിയതാണ് കേട്ടോ. ഏകദേശം ഒരു പുതിയ ടയറാണ്. 80% പറയാം അല്ലേ? ഇന്റീരിയർ മോശമൊന്നുമില്ല. സീറ്റ് കവർ വെറുതെ ഒന്ന് അടിച്ചിട്ടാൽ നന്നായിരിക്കും. ആ സീറ്റ് കവറിൽ ലേശം കരിമ്പിനൊക്കെ കയറിയിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മാരുതിയുടെ ട്രൂവാലിലൊക്കെ പോയി കഴിഞ്ഞാൽ 5 ലക്ഷം റുപ്യ വണ്ടിക്ക് വില വയ്ക്കുന്നത്. 1 ഇയറിൽ വാറണ്ടി ഉണ്ടാവുള്ളൂ എഞ്ചിനീയറിംഗ് ഗിയർ ബോക്സ്. നമ്മളെ 2 ഇയർ വാറണ്ടി, 1 ഇയർ റോഡ് അസിസ്റ്റന്റ് 4,70,000 കൊടുക്കും. 4,70,000 2 കൊല്ലം വാറണ്ടി വെച്ച് കൊടുക്കും. അത് എന്തായാലും നല്ലൊരു മുന്നേറ്റമായിരിക്കും. ഒന്ന് നോക്കിക്കോട്ടെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു, ട്രൂവാലി പോലെ സെഗ്മെന്റിൽ വണ്ടി നോക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ 2 ഇയർ വാറണ്ടി, 1 ഇയർ റോഡ് അസിസ്റ്റന്റ് കിട്ടും. 2 ഇയർ വാറണ്ടി തന്നെ 1 ഇയർ കോംപ്രഹെൻസീവ് വാറണ്ടിയാണ്. തേയ്മാനം സംഭവിക്കുന്ന സാധനങ്ങളൊക്കെ ബാക്കി വാറണ്ടി കൊടുക്കും അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. അതുകൊണ്ട് വേറെ യാതൊരു കംപ്ലൈന്റും ഉണ്ടാവില്ല. നീറ്റ് വണ്ടിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വാറണ്ടി എന്ന് പറയുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് യൂസ് കാർ എടുക്കുമ്പോൾ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ കൊണ്ടു കൊടുക്കുക, ഇവർ റെഡി ആക്കി തരും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എടുത്തോ. 4,70,000 നമുക്ക് 4 കൺഫേം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? കിട്ടും അല്ലേ? ഏകദേശം ഒരു 50,000 രൂപ. പിന്നെ ഈ ഒരു മാസം നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ ഗോൾഡ് കോയിനും കിട്ടും, ബേർത്തിന്റെ മറ്റേ പോളിഷിങ്ങും കിട്ടും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി ഒരു വില വെച്ച് നോക്കുമ്പോൾ വണ്ടിക്ക് വളരെ വില കുറവാണ് അല്ലേ? അല്ല, ഇത് ഗോൾഡ് കോയിൻ 5,500 രൂപയും പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ ഈ വാറണ്ടിന്റെ ഇതൊക്കെ നോക്കുമ്പോൾ വെറുതെ തന്നെ പോളിഷിങ്ങിന് 5,000 രൂപയും പിന്നെ ഈ വാറണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം സർവീസ് എല്ലാം കൂടി വരുമ്പോൾ എന്തായാലും കസ്റ്റമർക്ക് വലിയ നഷ്ടം ബെനിഫിറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ വയനാട് സുൽത്താൻ ബത്തേരി രജിസ്ട്രേഷനിൽ വരുന്ന ഒരു ക്ലൈംബർ അല്ലേ? കിഡിന്റെ ക്ലൈംബർ എന്ന് പറഞ്ഞ വണ്ടിയാണ്. 1 ലിറ്റർ ഓപ്ഷണലാണ് വണ്ടി വരുന്നത്. അതെ അല്ലേ? പുതിയ ഓൺ ദ റോഡ് ഓട്ടോമാറ്റിക് വരുന്നത്. പുതിയ ഓൺ ദ റോഡ് 7,50,000 രൂപ ഇപ്പം വിലയുണ്ട്. ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരും. 4 ഡോർ പവർ വിൻഡോ, സിംഗിൾ ഡ്യുവൽ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. പിന്നെ മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളൊക്കെ നല്ല അടിപൊളി വണ്ടി തന്നെ. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 19,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ എഞ്ചിനിൽ സിംഗിൾ RC വണ്ടിയിൽ AMT മോഡാണ് വണ്ടി. AMT ആണ്. ഈ ക്ലൈംബർ എന്ന് പറയുന്ന കിഡിന് ശരിക്കും ക്രോസ് മോഡൽ പോലെ വരുന്ന ഒരു സാധനമാണ് അല്ലേ? എന്നൊക്കെ പറയുമ്പോൾ തന്നെ ചെറിയ സ്റ്റിക്കർ വർക്ക്, സീറ്റിന്റെ അടുത്ത ക്ലൈംബർ, അങ്ങനത്തെ കുറച്ച് വേരിയന്റ് ആയിട്ട് വരുന്ന സാധനമാണ്. അതെ അതെ. പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ വണ്ടി. എന്തായാലും നമ്മളെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 5,45,000, പുതിയ 7,60,000 അല്ലേ? 2-2.5 ലക്ഷം റുപ്യ ഡിപ്രീസിയേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവും. 2 വർഷം വാറണ്ടി കൊടുക്കൂല? 2 വർഷം വാറണ്ടി, 1 ഇയർ റോഡ് അസിസ്റ്റന്റ് ഉണ്ട്. ഇത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ലൈംബറും കിഡും പോലത്തെ വണ്ടികളൊക്കെ 7 ലക്ഷത്തിന്റെ മുകളിൽ കൊടുത്തിട്ട് ഒരു കസ്റ്റമർ എടുക്കൽ വളരെ റയർ ആയിരിക്കും. 7 ലക്ഷത്തിന്റെ മുകളിൽ ഇപ്പോൾ അവർക്ക് വേറെ കുറെ ബഡ്ജറ്റിൽ ഈ വണ്ടി കിട്ടും. അപ്പൊ സെക്കൻഡ് എടുക്കുന്ന ആളുകൾക്ക് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. കാരണം മോഡൽ കൂടിയ വണ്ടി, കിലോമീറ്റർ കുറവ്, എല്ലാ ഓപ്ഷനും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടി. അതെ അതെ. പിന്നെ ഇതിന് ഞാൻ വേറൊരു കാര്യം പറയാട്ടോ, കാരണം ഇത് ഞാൻ ഓടിച്ചിട്ടുള്ള വണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ സ്പെസിഫൈ ആയിട്ട് പറയും 18-19 കിലോമീറ്റർ മൈലേജ് ആവറേജിന് കിട്ടും. അത് ഡെഫിനറ്റ് ആയിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് മതി അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഓട്ടോമാറ്റിക് CVT വേരിയന്റിൽ വരുന്ന നല്ല മോഡൽ കൂടിയിട്ടുള്ള ഒരു ഐറ്റർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഇവിടെ ഉണ്ട്. ഇത് ഏതാ ബ്രോ മോഡലൊക്കെ? 80 ഗിയർ ബോക്സ്, 2018 മോഡൽ സ്പോർട്സ്. 80 ആണോ CVT ആണോ? 80 ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഗിയർ ലാഗിങ്ങും ആ കേരളത്തിന്റെ മുകളിൽ ഉപയോഗിക്കുന്നുണ്ടാവില്ല. CVT ആണെങ്കിൽ കറക്റ്റ് നമുക്ക് ഹോണ്ടന്റെ വണ്ടികളിൽ, മാരുതിയിൽ, ബലേനോ അങ്ങനത്തെ കുറച്ച് വണ്ടികളൊക്കെയാണ് CVT ഗിയർ ബോക്സ് വരുന്നുള്ളൂ. അതെ അതെ അതെ. ഇതിലും ആദ്യം വന്നോണ്ടിരുന്നൊക്കെ CVT ആണ്. CVT തന്നെ പ്രോപ്പർ CVT. നമ്മളെ സെയിം ലാഗിങ്ങും സാധനം ഉണ്ടാവില്ല. പക്ഷേ ഗിയർ ബോക്സിന് പറയുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ 80 എന്ന് പറഞ്ഞ രീതിയിലാണ്. ഓക്കെ, ഇത് മോഡൽ ഏതാ? മോഡൽ വരുന്നത് 2018 സ്പോർട്സ് ആണ് വരുന്നത്. 18 മോഡൽ സ്പോർട്സ്. പക്ഷേ അലോയ് വീൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ചെയ്തിട്ടുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്ങും, പിന്നെ നമ്മളെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് ഉണ്ടാവില്ലാതെ ഉള്ളൂ. കീലെസ് എൻട്രി ഉണ്ടല്ലോ.
ഇല്ല കീലസ് എൻട്രി ഇല്ല അല്ലേ? സ്പോർട്സിൽ കീലസ് എൻട്രി വരില്ല. ഓക്കെ, കീലസ് എൻട്രിയും ബട്ടൺ സ്റ്റാർട്ടും ഇല്ല, ബാക്കി ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ അതെ. ഇത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? നല്ല വണ്ടിയാണ്, 27,000 കിലോമീറ്റർ സെക്കൻഡ് RC ആണ് കേട്ടോ. സെക്കൻഡ് ആണ് അല്ലേ? ഇത് AT ആയതുകൊണ്ട് തന്നെ CVT-നേക്കാളും കുറച്ചൊരു മൈലേജും കിട്ടൂല. സെയിം മൈലേജ് ആണ്, സെയിം തന്നെയാ. 12 to 15 നമുക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി അല്ലേ? നമ്മളെ പ്രൈസ് വന്നിട്ട് 5,60,000 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. വിത്ത് 2 ഇയർ വാറണ്ടി, 1 ഇയർ ഓപ്ഷൻ. ഓക്കെ, 5,60,000 രൂപ ആസ്കിംഗ് പ്രൈസ് മാത്രമാണ്, നെഗോഷ്യബിൾ ആണ്. 2 ഇയർ വാറണ്ടിയും 1 ഇയർ RSAയും കിട്ടും. ഇപ്പം വേറെ കാരണം ഐറ്റലിലൊന്നും AT ഗിയർ ബോക്സ് വരുന്നില്ല. നിയോസിൽ വരുമ്പോൾ AMT മോഡായി, മൈലേജ് കുറച്ചുകൂടി പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് AMT മോഡിലേക്ക്. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ 27 ഓടിയ ടയറാണ്, വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാത്ത വണ്ടി. എത്ര വില പറഞ്ഞേ? 560, 5 lakh വരെ നമുക്ക് ലോണും കിട്ടും അല്ലേ? അപ്പോൾ ഒരു 60,000 രൂപേൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ മതി. നെഗോഷ്യബിൾ ആണ് ആ പ്രൈസ് ഒക്കെ. എന്നാൽ 60,000 രൂപേൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ളൊരു വണ്ടി തന്നെയാണ്. കുറച്ച് പഴയ മോഡലിൽ ഓട്ടോമാറ്റിക് CVT-യിൽ വില കുറഞ്ഞ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഐറ്റം അല്ലേ? തൽക്കാലം ഒരു 1-2 കൊല്ലമൊക്കെ പഠിച്ചിട്ട് പിന്നെ പുതിയ വണ്ടിയിലേക്ക് പോകാൻ പ്ലാൻ ഉള്ളവർക്ക് പറ്റിയ വണ്ടിയാണ്. ഇത് ഏതാ മോഡലൊക്കെ? 2011 മോഡൽ സ്പോർട്സിൽ AT ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. ഇത് AT അല്ലല്ലോ, CVT അല്ലേ? CVT തന്നെ പണ്ടിറങ്ങിയ CVT പറഞ്ഞാൽ. അതെ അതെ അതെ, CVT ആണ്, പക്ഷേ AT എന്നും പറയാം, അത്രേ ഉള്ളൂ. ഇത് 11 സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർഷിപ്പിൽ 40,000 കിലോമീറ്റർ വണ്ടി. ഓ, 11 40,000 എന്നൊക്കെ പറഞ്ഞാൽ ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അത്ര കിലോമീറ്റർ അല്ലേ? പിന്നെ ഗ്ലാസ് 2016 മാറിയിട്ടുണ്ട്, വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. സ്പോർട്സ് ആണ് വരുന്നത്, 4 പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, എല്ലാവിധ ബേസിക് സാധനങ്ങളും ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. ഉള്ളിന്റെ തൊട്ടടുത്ത് താഴത്തായിട്ട് വരും. അതെ അതെ അതെ, നീറ്റ് വണ്ടി അല്ലേ? KL 40 രജിസ്ട്രേഷൻ ആണ്. സീറ്റ് കവറും അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് എന്താ വില വരുന്നത്? നമ്മൾ വില ചോദിക്കുന്നത് 3.10 ആണ്. നമുക്ക് ഇൻഷുറൻസ് IDV തന്നെ 1,50,000 1,20,000 റേഞ്ചിൽ IDV ഉണ്ട്. ആ റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 3.10 അല്ല, 3.10 നമ്മൾ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ കൂടുതൽ ലോൺ വേണമെങ്കിൽ നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2 വർഷം വരെയായിരിക്കും മാക്സിമം ലോണിന്റെ കാലാവധി കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനൊക്കെ പരമാവധി ലോൺ ഇടാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം 11 കൊണ്ട് മാക്സിമം ഫിനാൻസുകാർ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുണ്ടാവും. അതെ അതെ അതെ, എന്തായാലും ചെക്ക് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോൺ എടുത്തോളൂ, അതിനുള്ള സൗകര്യം ഇവർ ചെയ്തു തരും. ലോൺ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, അത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എന്തായാലും ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ കാർബൺ ബൈക്കിൽ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടി ഒരു കിടിലൻ സാധനമാണ്. ഏറ്റവും ലാസ്റ്റ് ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു എസ്ക്രോസ് ആണ്. എസ്ക്രോസ് ഡീസൽ ഹൈബ്രിഡ് ആണ്. 20 മേലെ മൈലേജ് കിട്ടും, എന്തായാലും കിട്ടും. ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ് കേട്ടോ. 24 റേഞ്ചിൽ മൈലേജ് അറിയുന്നുണ്ട്. കൂടുതൽ മാർക്കറ്റിൽ ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനം. പിന്നെ ഇത് ഇറങ്ങിയ സമയത്ത് വലിയ വില ഒന്നുമില്ല. അത് മാത്രമല്ല കേട്ടോ, മാരുതി ഇറക്കിയതിൽ ആകെ കൊള്ളാവുന്ന ഒരു വണ്ടി, നല്ല വണ്ടി എന്ന് ഞാൻ പറയും. ബോഡി ക്വാളിറ്റി ആണെങ്കിലും എല്ലാം ഉള്ള. ഇത് സെക്കൻഡ് RC-ലാണ് വരുന്നത്. ആൽഫയാണല്ലേ? 2017 പാണ്ട് രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. 66,000 കിലോമീറ്റർ സെക്കൻഡ് RC വണ്ടി. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ആകെയുള്ള ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടയർ 4 കുറവാണ്. സെക്കൻഡ് ടയർ തന്നെ പറയാം. അതൊന്ന് കാണേണ്ടി വരും, വേറെ വിഷയങ്ങളൊന്നുമില്ല വണ്ടി. അതായത് ആദ്യത്തെ ടയർ കമ്പനി ടയറാണ് കിടക്കുന്നത്, അത് ഇതുവരെ മാറിയിട്ടില്ല. ഏകദേശം 60 ഓടിയപ്പോൾ പറ്റ മുട്ടാന്ന് തന്നെ പറയാം. അതെ, നിങ്ങൾ എടുത്ത ഉടനെ തന്നെ കാണേണ്ടി വരും. 10,000 കിലോമീറ്റർ മാക്സിമം ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ 2 കൊല്ലം വാറണ്ടി ഒക്കെ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 10-25 രൂപ വരെ 4 ടയറിന്. 16 സൈസ് ആകുമ്പോൾ എന്തായാലും ഒരു ടയറിന് 6 രൂപേൻ്റെ അടുത്ത് കോസ്റ്റ് ഉണ്ടായിരുന്നു. 24-25 രൂപ റേഞ്ചിലുണ്ട് എന്തായാലും വരും അല്ലേ? ഓക്കെ, പിന്നെ വേറെ യാതൊരു അപാകതയില്ല, ഒന്നുമില്ല. കിലോമീറ്റർ എത്ര പറഞ്ഞു? കിലോമീറ്റർ 66, സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. അടിപൊളി. 66,000 എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമുള്ള ഒരു കിലോമീറ്റർ അല്ല. നല്ല വണ്ടിയാണ്. സിംഗിൾ ആണോ സെക്കൻഡ് ആണോ? സെക്കൻഡ് RC. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലാസ് ലുക്കിംഗ് വണ്ടിയാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനുമാണ്. പിന്നെ ഡീസൽ ആയതുകൊണ്ട് നല്ല പവറും ഉണ്ടാവും. ഇത് നമുക്ക് എന്താ വില വയ്ക്കുന്നത്? 8,65,000. വലിയ കൂടുതലാന്ന് പറയുന്നില്ലേ? ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, ഫുൾ കാർ ഇൻഷുറൻസ് ആണ്. 2 കൊല്ലം വാറണ്ടിയും കൊടുക്കുക അല്ലേ? ഓക്കെ, 8,65,000 രൂപയാണ് ഇവരുടെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ 2 വർഷത്തെ വാറണ്ടി, 1 വർഷത്തെ RC ഒക്കെ കിട്ടും. ഇന്റീരിയർ ഒക്കെ കണ്ടല്ലോ, കിടിലൻ സാധനമാണ്. അപ്പോൾ ഇത് മിസ് ചെയ്യണ്ട, ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നോക്കിക്കോളൂ ഈ ഒരു ഷേപ്പിലുള്ള വണ്ടി. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? കുറേ വണ്ടികൾ കാണിച്ചു. 12 വണ്ടികൾ നമ്മൾ കണ്ടിട്ട്, കൂടാതെ വേറെ കുറേ സ്റ്റോക്കുകൾ. 12 ടോട്ടൽ എത്ര ഉണ്ട്? ടോട്ടൽ നമുക്ക് 160 അത്രയുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ നിന്നുണ്ടെങ്കിൽ ഞാൻ മിനി സീരിയൽ തന്നെ ചെയ്യണം, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇവരുടെ ബാക്കിയുള്ള ഏത് വണ്ടീൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ടും വിളിച്ചോളൂ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിക്കോളൂ. ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ വൈശാഖ് ബ്രോനെ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫോട്ടോസും ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരും കേട്ടോ. അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലാണ് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറൊക്കെ. അപ്പോൾ പലരും വണ്ടിയിലെ നമ്പർ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയുടെ മേലെ കൊടുത്തിരുന്നു ഇത്രയും നാളും. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പക്ഷേ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ചെക്ക് ചെയ്യുക, അതിൻ്റെ അകത്ത് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ഒരു കിടിലൻ എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.